ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ.ആർ. അജയൻ രാജിവെച്ചു. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിന് പിന്നാലെയാണ് രാജി. റഹീസ് റഷീദിന്റെ വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, വലിയ വിവാദമായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു ഇതൊക്കെ. അതിനുശേഷം ഇപ്പോൾ രാജിയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം ഉണ്ടായിരുന്നതാണ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാജിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? മാനേജ്മെന്റ്, ദേശാഭിമാനി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കള്ളൻ വിജയൻ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ കെ.ആർ. അജയനോട് രാജിവെക്കണം എന്ന ആവശ്യം മാനേജ്മെന്റ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. ആ ലേഖനം വിവാദമായതിന് പിന്നാലെ ആദ്യം അച്ചടക്ക നടപടിയുടെ ആരംഭം എന്ന നിലയിൽ വിശദീകരണമാണ് ചോദിച്ചത്. ആ വിശദീകരണത്തിന് മറുപടി നൽകിയെങ്കിലും അത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് അജയനെ മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷമാണ് തുടർ നടപടികൾ ഉണ്ടാകും, ഒന്നല്ലെങ്കിൽ രാജിവെക്കണം അല്ലെങ്കിൽ പുറത്താക്കേണ്ടി വരും എന്ന് ദേശാഭിമാനി മാനേജ്മെന്റ് വാക്കാൽ കെ.ആർ. അജയനോട് ആവശ്യപ്പെട്ടത്. അത് ആവശ്യപ്പെട്ടിട്ട് ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് മാനേജ്മെന്റിന്റെ ആവശ്യം അംഗീകരിച്ച് ദേശാഭിമാനിയുടെ എഡിറ്റർ ചുമതലയിലുള്ള കെ.ആർ. അജയൻ രാജിവെച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, കള്ളൻ വിജയം ലേഖനം വലിയ തോതിൽ ആ പാർട്ടിയെ, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒപ്പം ദേശാഭിമാനിയെയും പിടിച്ചുലച്ചിരുന്നു. വി എസ് അച്യുതാനന്ദൻ മരിച്ചിട്ട് 1 വർഷം തികയുന്നതിന്റെ തൊട്ട് തലേ ദിവസമായിരുന്നു ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിന് പുറത്തിറക്കാൻ പറ്റിയിരുന്നില്ല. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ അന്ന് വി എസ് അച്യുതാനന്ദന്റെ വലിയ ഫീച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ പേജിലായിരുന്നു അത്. അവസാന പേജിലാണ് ഇവിടെ തിരുവനന്തപുരത്തെ ഒരു നാടക ഗ്രാമവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഉണ്ടായിരുന്നത്. ആ ലേഖനത്തിൽ അതിന്റെ തലക്കെട്ട് കള്ളൻ വിജയൻ എന്നതായിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടുള്ളത് കൊണ്ട് ആ ലേഖനം പുറത്തിറക്കേണ്ടതില്ല എന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചു. അതിനുശേഷമാണ് ഞായറാഴ്ച പുറത്തിറക്കേണ്ട വാരാന്ത്യ പതിപ്പ് തിങ്കളാഴ്ച പുറത്തിറക്കുന്നത്. പിന്നീട് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളൻ വിജയൻ എന്ന ലേഖനം മാറ്റണം എന്ന ആവശ്യം അതിന്റെ ചുമതലയുണ്ടായിരുന്ന കെ.ആർ. അജയനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാൻ പറ്റാതിരുന്നത് എന്ന് പാർട്ടിക്ക് മനസ്സിലായി. ഇതിന്റെ പിന്നാലെയാണ് നടപടികൾ ഉണ്ടായത്. എഴുത്തുകാരൻ, ആ ലേഖനം എഴുതി കൊടുത്ത DC രാജേഷ് ഇതിൽ അജയൻ പറഞ്ഞിട്ടാണ് ലേഖനം എഴുതിയത് എന്ന കാര്യം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുകയും പിന്നീട് ആ ലേഖനത്തിന്റെ പൂർണ്ണമായ ആ എഴുത്ത് ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഈ തരത്തിൽ പല വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങൾ ഉണ്ടായി. വിവാദത്തിന് പിന്നാലെ വാരാന്ത്യ പതിപ്പടിച്ച് കെ.ആർ. അജയൻ രാജിവെക്കുകയോ അവധി പോവുകയോ ചെയ്യാൻ ചീഫ് എഡിറ്റർ നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജി വെച്ചിരിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ.ആർ. അജയൻ. വിശദാംശങ്ങളാണ് റഹീസ് റഷീദ് നൽകിയത്.